ഹലോ ഗൈസ്, ഇത് നാസ് വണ്ടർവേഡിൽ നിന്നാണ്. ഞാൻ നിങ്ങളുടെ നജിന. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്, ഇന്നലെ ഞങ്ങളൊരു ഈവനിങ് വാക്കിങ്ങിന് പോയായിരുന്നു ട്രിവാൻഡ്രം സൂവിൽ ചുറ്റുമുള്ള റോഡിലാണ് സാധാരണ ഞങ്ങൾ വാക്കിങ്ങിന് പോവാറ്. പക്ഷേ ഈ വട്ടം നമ്മളൊന്ന് അകത്തോട്ട് കയറി. ഏകദേശം ഒരു 6 PM ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു 45 മിനിറ്റ്സ് നടക്കാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങൾ അതിനകത്തോട്ട് കയറി. ആദ്യം ഒരു കൽമണ്ഡപമൊക്കെ ഉണ്ട്. ചുറ്റും വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് അതിനകത്തോട്ട്. അതായത് സൂവിലോട്ടും ഫിഷ് അക്വേറിയത്തിലോട്ടൊക്കെ 4 PM കഴിഞ്ഞാൽ അലൗഡല്ല, 4:30 PM കഴിഞ്ഞാൽ അലൗഡല്ല. ഇത് ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ആൾക്കാർ കൂടിയിരിക്കുന്നത്. ഒത്തിരി തിരക്കാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് പുറത്തിറങ്ങിയ ടൈമാണ്. സോ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ ആർട്ട് ഓഫ് മേക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കാണാൻ നമ്മുടെ സൂവിൽ. ഇത് ഞങ്ങൾ അകത്തോട്ട് കുറച്ചധികം പതുക്കെ നടന്നു. അപ്പോൾ തന്നെ കുറച്ചൊന്ന് വൈകി. 6:30 6:25 ഒക്കെ ആയി. അപ്പോൾ ഒരു 6:45 വരെ നടക്കണം എന്നുള്ളതായിരുന്നു പ്ലാൻ. കുറച്ചും കൂടെ ആയപ്പോൾ ഞങ്ങൾ കുറച്ച് ഇരുട്ട് വന്നപ്പോൾ ഞങ്ങളങ്ങ് പോയായിരുന്നു. എന്തായാലും നല്ലൊരു വാക്കിംഗ് ആയിരുന്നു. ഒത്തിരി കാണാനുണ്ട്, ഒത്തിരി ഏരിയ ഉണ്ട് ട്രിവാൻഡ്രം സൂ. നടക്കാനാണെങ്കിലും പിന്നെ സൂവിനകത്തോട്ടും ഒത്തിരി കാണാനുണ്ട്, ചുറ്റും ഒത്തിരി കാണാനുണ്ട്. ഹിസ്റ്റോറിക്കൽ മ്യൂസിയം അങ്ങനെ ഒത്തിരി ഉണ്ട്. എൻ്റെ മോനെ ഒരു ലയണിനെ കയറിയിരുന്നു. ശരിക്കും അത് കാട്ടിലെ രാജാവ് പോലെ തന്നെയാണ് മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. വളരെ രസമുണ്ട് ആ ഒരു സ്റ്റാച്യുവിന്. താഴോട്ട് പോകുമ്പോൾ സ്റ്റെപ്പ്, പിന്നെ വാട്ടർ ഫൗണ്ടെയിൻസ് എല്ലാം ഉണ്ട്. കളറാണ്. ഒത്തിരി പേര് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇരിക്കാനൊക്കെ ഒത്തിരി സ്ഥലമുണ്ട്. താഴോട്ട് ഒത്തിരി ബെഞ്ച് ഉണ്ട് ഇരിക്കാനായിട്ട്. ഒത്തിരി ഫിലിമിൻ്റെ ഷൂട്ടിങ്സൊക്കെ ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട്. സോൾട്ട് ആൻഡ് പെപ്പറിലുള്ള ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ ഇവിടെ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ഒത്തിരി കണ്ടോ, ഈ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ നിന്ന് കുറച്ചധികം നടന്ന് നീങ്ങി താഴോട്ട് പോകുമ്പോൾ നമുക്ക് എൻട്രൻസിൻ്റെ അവിടെ നിന്ന് പോവാം. ചുറ്റും ഒത്തിരി സ്ഥലമുണ്ട്. നിങ്ങളെല്ലാവരും ഇനി ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ഈവനിങ് വാക്കായിട്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ, അകത്തോട്ട് ഫുഡ് അലൗഡാണ് ഇവിടേക്ക് ഇരിക്കാനൊക്കെ. പക്ഷേ സൂവിലോട്ടൊന്നും ഫുഡ് പ്ലാസ്റ്റിക്കിൽ അലൗഡല്ല. അല്ലാണ്ട് നമുക്ക് പേപ്പറിൽ പൊഞ്ഞു കൊണ്ടുപോകാം. ഇതിപ്പോൾ സൂവിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ജസ്റ്റ് വാക്കിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഫുഡൊക്കെ അലൗഡാണ്. ഞങ്ങൾ സൂയുടെ പുറത്തുനിന്ന്, അതായത് റോഡിൻ്റെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് അകത്ത് വന്നിരുന്ന് കഴിക്കാം. എന്തെങ്കിലും ചെറിയ സ്നാക്സൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ ഒരു ലൈറ്റ് കാണുന്നില്ലേ, അവിടെ ഒരു ഫോട്ടോ പോയിൻ്റാണ്. ഐ ലവ് മ്യൂസിയം എന്നും പറഞ്ഞിട്ടൊരു 2 ബട്ടർഫ്ലൈ ഒക്കെ വെച്ചിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എല്ലാവരും എൻ്റെ വീഡിയോസ്